നാരായണ നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ബുദ്ധോപദേശമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഏകാദശ സ്കന്ധം. അപ്പോൾ 30-31 അധ്യായങ്ങളിലായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും അറിയുന്നതായിട്ടുള്ള രംഗം. ഭഗവാൻ പറഞ്ഞോട് കൂടിയിട്ട് കലിയുഗം തുടങ്ങി. ബലരാമന് ഈ യാദവനാശം പോലും കാണാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇടപെടട്ടെ എന്ന് രാമൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, ഇത് എൻ്റെ ഇച്ഛയാണ്, സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമൻ നേരിട്ട് തൻ്റെ ധാമത്തിലേക്ക് യാത്രയായി. എല്ലാം അറിയുന്നതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ ആൽത്തറയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ജര ഈ കാലിമ്പലിക്ക് അമ്പെയ്ത് അത് ഒലക്കയുടെ അംശം, ഇരുമ്പൊലക്കയുടെ അംശം. അപ്പോൾ തനിക്ക് ദേഹത്തെ ഉപേക്ഷിക്കാനുള്ള സമയം, അതൊരു കടം വീട്ടലാണ്. ബാലിയിലൂടെ അന്ന് ചെയ്തതായിട്ടുള്ള ഈ പ്രവർത്തിക്കുള്ള പരിഹാരമായിട്ട് ജര കാരണക്കാരനായി എന്ന് ജരയെ തോന്നിച്ചു. അത്രയേ ഉള്ളൂ. ഒക്കെ ഭഗവാന്റെ ഇച്ഛ, അത്രയേ ഉള്ളൂ. എങ്കിലും ആ ജര വന്നിട്ട് കാല് പിടിച്ച് നമസ്കരിച്ചു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങേ ഞാൻ രക്ഷിക്കൽ ആദ്യമേ തന്നെ കഴിഞ്ഞിരിക്കണു, അങ്ങ് വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ. അങ്ങനെ വേടന് മുക്തി കൊടുത്തു. പിന്നെ ദാരികൻ വന്നു. തേരാളിയാണ്, ഭഗവാന്റെ തേര് തെളിക്കുന്ന ആളാണ്. ദാരികനോട് പറഞ്ഞു, 7-ാം ദിവസം ഈ ദ്വാരക മുങ്ങും, എൻ്റെയും ബലരാമൻ്റെയും അവസ്ഥ ഒന്ന് പറഞ്ഞോളൂ. ബലരാമൻ പോയി. ഞാനിതാ പോകാൻ നിൽക്കുകയാണ്. അർജുനനോട് എൻ്റെ ശേഷിക്കുന്നതായിട്ടുള്ള പത്നിമാരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി പറയൂ. ദ്വാരക മുങ്ങിക്കഴിഞ്ഞാൽ, യാദവർ മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് പറ്റാവുന്നവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു. ദാരികനോട് ഒരു ശ്ലോകം കൊണ്ട് എന്നെ അറിഞ്ഞോളൂ, എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് മുക്തി നേടിക്കോളൂ എന്നെല്ലാം പറഞ്ഞ് ദാരുകനെയും പറഞ്ഞയച്ചു. അപ്പോൾ ഭഗവാന്റെ ഈ 21 ചോദ്യങ്ങൾക്കുള്ള ഉദ്ധവൻ്റെ സംശയത്തിന് നിവാരണം ആയിട്ട് 23 അധ്യായങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ഭാഗവതം. അതിനുശേഷം 12-ാമത്തെ സ്കന്ധം തുടങ്ങിയാണ്. കലികാല ഭാവി രാജാക്കന്മാരെ വിസ്തരിച്ച് പറയുകയാണ്. ഈ രാമകൃഷ്ണന്മാർ മറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗമായില്ലോ, പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അനവധി രാജാക്കന്മാർ ഈ ഭൂഖണ്ഡത്തെ ഭരിച്ചു, ഭൂമിയെ ഭരിച്ചു. കുറച്ച് രാജാക്കന്മാരുടെ വംശത്തെ, ഭാരതത്തിലുണ്ടായവരുടെ പേര് പറയുകയാണ്. മഗധ വംശം, ജരാസന്ധ വംശം, അവസാന രാജാവ് രിപുഞ്ജയനാവും. മന്ത്രി ശുനകൻ രാജാവിനെ കൊന്ന് മന്ത്രിപുത്രൻ ഈ പ്രദ്യോതനെ രാജാവാക്കും. 138 കൊല്ലം ആ രാജവംശം ഭരിക്കും, 5 രാജാക്കന്മാരായിട്ട്. പിന്നെ ഒടുക്കത്തെ നന്ദിവർദ്ധനൻ നന്ദിവംശം സ്ഥാപിക്കും. 360 കൊല്ലം 10 രാജാക്കന്മാർ ഭരിക്കും. ഒടുക്കത്തെ രാജാവ് മഹാനന്ദിക്ക് ശൂദ്രജാതി ജാരസന്തതിയായിട്ടുള്ള നന്ദൻ ജനിക്കും. ആ നന്ദൻ ധനികനാവും. പിന്നീട് ആ രാജവംശം ഈ നന്ദൻ ഏറ്റെടുക്കും. അങ്ങനെ നന്ദവംശം സ്ഥാപിക്കും. സർവരും അധർമ്മികളാവും. നന്ദനെ ആർക്കും ജയിക്കാനും കഴിയില്ല. ഭൂമിയുടെ ചക്രവർത്തിയാവും. പരശുരാമൻ ചെയ്തതെന്തോ അതിൻ്റെ നേരെ വിപരീതം. അപ്പം അങ്ങനെ നല്ലവരെയൊക്കെ കൊല്ലും, ദുഷ്ടന്മാരെയൊക്കെ വളർത്തും. അങ്ങനെ 100 കൊല്ലം ഭരിക്കും. അതിലാണ് ഒടുക്കം കൗടില്യൻ വന്ന് ഈ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ കൊണ്ട് ഈ നന്ദവംശത്തെ നശിപ്പിച്ച് ചന്ദ്രഗുപ്ത മൗര്യ വംശം ഉണ്ടാക്കുന്നത്. അതിൽ 137 വംശം, 137 കൊല്ലം ഈ മൗര്യവംശം ഭരിക്കും. അതിൽ ശുംഗമിത്രൻ പിന്നീട് ഒരു സേനാനായകൻ, ഈ ബൃഹദ്രഥൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ആ സൈന്യനായകൻ ശുംഗമിത്രൻ ഈ രാജാവിനെ കൊന്ന് സ്വന്തം രാജവംശം സ്ഥാപിക്കും. 112 വർഷം ഭരിക്കും. പിന്നീട് കണ്ണു വംശമാണ് ഭരിക്കുക. അതിനുശേഷം മന്ത്രി വസുദേവൻ പിന്നെ ബുദ്ധിമാനായിട്ടുള്ള ഭക്തിമാനായിട്ടുള്ള അദ്ദേഹം
നാരായണനെ ഭജിക്കും. നാരായണനാണ് പ്രധാനി. അങ്ങനെ സാത്വികമായിട്ട് 345 വർഷം ഈ കണ്വവംശം ബ്രാഹ്മണ വംശമായിട്ട്, എന്നാലും ക്ഷത്രിയരായിട്ട് ജീവിക്കും, അങ്ങനെ ഭരിക്കും. അതിന് ശേഷം ഒരു രാജാവ് കൃഷ്ണൻ കുറച്ചും കൂടിയും കൂടുതൽ ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് 456 വർഷം ഭരിക്കും. ആഭീരൻ, ഗർദഭികള്, കങ്കന്മാര്, യവനന്മാര്, തുരുഷ്കര്, ഗരുണ്ടന്മാര്, അങ്ങനെ ചീത്ത ആളുകൾ 1099 വർഷം ഭരിക്കും. പിന്നെ മൗനന്മാർ 300 വർഷം ഭരിക്കും. മറ്റൊരു വംശം 106 വർഷം ഭരിക്കും. പിന്നീട് പുരഞ്ജയൻ, മാഗധന്മാർ, മ്ലേച്ഛന്മാർ, അവർ അസത്യം, അധർമ്മം, തിന്മ അത് മാത്രം വളർത്തിക്കൊണ്ട് ഒക്കെ നിന്ദയാണ്. അങ്ങനെ കർത്തവ്യം പാലിക്കുന്നവർ ഈ ചീത്ത പ്രവർത്തികൾ മാത്രം ചെയ്തും കൊണ്ട് ഭൂമിയെ അങ്ങോട്ട് നശിപ്പിക്കും. സ്ത്രീകൾക്ക്, ബാലർക്ക്, പശുക്കൾക്ക് ഒക്കെ ശുദ്ധജലം പറഞ്ഞില്ലേ, കാടൊന്നും ഉണ്ടാവില്ല, ഒക്കെ നശിക്കും. അങ്ങനെയാണ് കലി അതിൻ്റെ മൂർത്തിമൽ ഭാവത്തിലെത്തും. അപ്പോൾ പ്രജകൾക്ക് വളരെ വിഷമം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു വെച്ചു. അതിനുശേഷം ഈ കൽക്കി അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. കലികാല ദോഷത്തെ പറഞ്ഞ് ആദ്യം ഭൂമിയുടെ വിഷമത്തെ പറയുകയാണ്. കലികാലത്ത് ധർമ്മം, തപസ്, ശുദ്ധി, ദയ, സത്യം, ക്ഷമ, ആയുസ്, ബലം, ഓർമ്മ ഇതൊന്നും ഉണ്ടാവില്ല. ധനം, ശക്തി, സൗന്ദര്യം, ഉറക്കപ്പറയൽ, പരവഞ്ചന, ഹിംസ, അധികം വാചാലത, പിന്നെ ഒരു പണിയെടുക്കായിക, ഈ കല്യാണം എന്നുള്ളതൊക്കെ ശാരീരികാവശ്യത്തിന് വേണ്ടി മാത്രം, ബ്രാഹ്മണനെ പൂണുനൂല് മാത്രം, ആശ്രമമൊക്കെ വേഷം കെട്ടായിട്ട്, വർണ്ണാശ്രമ ധർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. ദരിദ്രൻ, അയാൾ നല്ലവനാണെങ്കിലും ചീത്തയാണ് എന്ന് എല്ലാവരും പറയും. രോഗി, അയാൾക്ക് രോഗം വന്നതിൻ്റെ കാരണങ്ങളോ അതല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഭൗതികം അതൊക്കെ ചീത്തയാണ് എന്നാണ് വെറുതെ പറയും. അയാൾ ഒരുപക്ഷെ നല്ലവനായിരിക്കും. അതേപോലെ മൗനി, ഒന്നും പറയാത്തയാൾ, കാരണം ഇത് ബാധിക്കാതിരിക്കാനാണ്, അതുകൊണ്ട് മൗനിയും ചീത്തയാണെന്ന് പറയും. ഇങ്ങനെ നല്ലവരെ മുഴുവൻ ചീത്തയാളുകളായിട്ട് സാമാന്യ ജനം വിലയിരുത്തും. ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ ഉറക്കുറക്കെ പറയും, അത് ഉറപ്പിച്ച് പറയും, വേറൊരാളെയും പറയാൻ സമ്മതിക്കില്ല. എന്നിട്ട് അയാൾ കേമനാവും. ധനം അതിനെ ബലപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ സംഘബലം, ഇങ്ങനെയല്ലേ. അപ്പോൾ ഈ കളി, കുളി തൊട്ടുള്ള സകലതും, കളി, കുളി, പൂജ, ഈശ്വര സേവ, പലതും ഉണ്ടല്ലോ സേവനങ്ങളൊക്കെ കാപട്യാവുമെന്നാണ് പറയണം. വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദരംഭരികളായിട്ട് ഇങ്ങനെ മാറുന്ന പരവഞ്ചന, അത് സാമർഥ്യമായിട്ട് മാറും. കൂടുതൽ സമയം ഒരേ കാര്യം തന്നെ നുണയാണ് പറയുക, അത് സത്യമാക്കിയിട്ട് മാറ്റും. കുടുംബഭരണത്തിൻ്റെ മേന്മ അതാണ് കേമത്തായിട്ട് കണക്കാക്കുക. ഉപജീവനം പിടിച്ചുപറിയായിട്ട് മാറും. ശക്തൻ രാജാവാവും. ദുഷ്ടര് ഭൂമി ഭരിക്കും. ദുഷ്ടരെ കൊണ്ട് ഭൂമി നിറയും. മുഴുവൻ ലോഭികൾ, നിർദ്ദയന്മാർ, കള്ളന്മാർ, പിടിച്ചുപറിക്കാർ, അന്യൻ്റെ ഭാര്യയെ, സ്വത്തിനെയൊക്കെ ആഗ്രഹിക്കുന്നവർ, കളവ് ശീലമാക്കിയവർ, അതേപോലെ കാട് മുഴുവനെ നാടാക്കും. സർവത്ര ക്ഷാമം, നികുതി കൊണ്ട് ജനങ്ങൾ വിഷമിക്കും. വിശപ്പ്, രോഗം, അതേപോലെ മനസ്സ് സന്തോഷമില്ലാതെ കണ്ട് ചിന്തിച്ച് കൂട്ടുക. കഷ്ടപ്പെടും ജനങ്ങൾ. 30-ാമത്തെ വയസ്സിൽ മരിക്കും. 8-ാമത്തെ വയസ്സിൽ സ്ത്രീകൾ ഗർഭം ധരിക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പാഖണ്ഡ മതം മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്രാഹ്മണൻ്റെ വേഷം കെട്ടും, എന്നിട്ട് ഈ ശൂദ്രൻ്റെ പ്രവൃത്തി ചെയ്യും. വേഷം കൊണ്ട് മാത്രം ചിലത് ഇയാൾ ബ്രാഹ്മണനാണ്, ഇയാൾ ശൂദ്രനാണെന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നും ആവില്ല. ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ സങ്കരം ആയിട്ട് ഒന്നും ഒരു വ്യവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയാവും. ഭാര്യയുടെ ബന്ധുക്കളാണ് ബന്ധുക്കൾ, ആ മട്ടാവും. അതേപോലെ ഭാര്യ ആണ് ഭരിക്കുക. മഴ പെയ്യാണ്ടാവും, ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ കൊടുങ്കാറ്റ്, അതിവർഷം, അതേപോലെ പൊള്ളുന്ന വെയിൽ, പിന്നെ രക്തമഴ തുടങ്ങിയുള്ള കാര്യങ്ങൾ, പിന്നെ അതിഥി സൽക്കാരം തീർത്തും ഇല്ലാണ്ടാക്കും. നമ്മൾ കൊടുക്കുന്നത് ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിട്ട് മാറും. മൊത്തം കളവാണ്. ഇങ്ങനെ അധപ്പതിച്ച് ഭൂമി വല്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ, പക്ഷേ കാലഗണനയ്ക്ക് ലേശം വ്യത്യാസമുണ്ട്. 4,32,000 കൊല്ലമുണ്ട്. അതിലിപ്പോൾ 4,26,000 കൊല്ലത്തിലധികം നമുക്ക് ബാക്കിയാണ്. ഇപ്പം തന്നെ നമുക്ക് കലി ബാധിക്കുക വല്ലാത്ത ബാധയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എത്ര വരും അറിയില്ല.
എന്തായാലും അത്രയും കാലം കഴിഞ്ഞതിന് ശേഷമാണ് ശമ്പള ഗ്രാമ മുഖ്യൻ്റെ ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനായിട്ട് കൽക്കി എന്ന പേരിൽ ഖഡ്ഗപാണിയായിട്ട്, ഖഡ്ഗി എന്നും പറയാം, കൽക്കി എന്നും പറയാം. അപ്പോൾ കലികാല ദോഷങ്ങളെ ഇല്ലാണ്ടയാക്കുന്ന ഭാവം കൽക്കി. വാള് പിടിച്ച് കുതിരപ്പുറത്ത് സഞ്ചരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. ആ ഭഗവാൻ ഈ ദുഷ്ടത മുഴുവൻ തീർക്കാൻ ദുഷ്ടരെ മുഴുവൻ ഹനിക്കും, ഭൂമിയുടെ ഭാരം തീർക്കും. അങ്ങനെ ഖഡ്ഗി എന്ന പേരിൽ കുതിരപ്പുറത്താണ് സഞ്ചാരം. ഭഗവാൻ അവതരിക്കും. ദേവദത്തം എന്ന കുതിരയാണ്. ആ കുതിരപ്പുറത്ത് കയറിയിട്ട് വിദ്യാധരം എന്ന നന്ദകം എന്ന വാളിനാൽ ഈ അത്യധികം വേഗത്തോടു കൂടിയിട്ട്, വേഗത്തിൻ്റെ ഒരു ക്രമമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുഹൂർത്തം കൊണ്ട് ഈ ഭൂമി മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സഞ്ചാരം. ദുഷ്ടരെ മുഴുവൻ വധിക്കുക തന്നെ ചെയ്യും. നാമമാത്രമായിട്ടുള്ള സജ്ജനങ്ങളെ മാത്രം നിലനിർത്തും, ബാക്കിയുള്ളവരെ ഒക്കെ വധിക്കും. അതുപോലെ ഒരാഗ്രഹവും ഒരാൾക്കും ഇനി ബാക്കി ഉണ്ടാവില്ല. എന്താ കാരണം? ഈ നല്ലവർക്ക് ഒന്നും വേണ്ട. ഇവിടെ അണച്ചാലോ ബാക്കിയുള്ളതൊക്കെ വെറുതെ കിടക്കുക. എത്ര ഉപയോഗിക്കാൻ പറ്റും? ഒരു കാതൻ ചെമ്പ് നിറച്ച് ചോറും അതിനുള്ള കൂട്ടാനും ഉപ്പേരിയും പായസം ഒക്കെ ഉണ്ട്. നമുക്ക് എത്ര കഴിക്കാൻ പറ്റുക? പരമാവധി 2 കിലോ. അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റുമോ? അല്ല, പറ്റിയിട്ടല്ല, പറയുക, മോഹം. അത്യാഗ്രഹമുള്ളവരുടെ കാര്യം പറഞ്ഞതാണ്. അത്രയും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് അല്ല, ശാപ്പാട്ടിരാമന്മാരുണ്ടാവട്ടോ. അപ്പോൾ ഈ മത്സരങ്ങൾക്കൊക്കെ 60 ഇഡ്ഡലി തിന്നണ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെവരൊക്കെ ഒരു പക്ഷേ കഴിക്കണ്ടാവാം. എങ്കിലും സാമാന്യക്കാർക്കൊന്നും പറ്റില്ല. അത് അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ കിടക്കുന്നത് 10,000 കിലോ ആണ്. ഈ 10,000 കിലോ ഈ ശാപ്പാട്ടിരാമന് തിന്നാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ കൽക്കി ഭഗവാൻ എത്തിക്കും. അന്ന് മുതൽ കൃതകൃത്യന്മാരായിട്ട് ജീവിക്കും. അതുകൊണ്ട് കൃതയുഗം തുടങ്ങും. സൂര്യൻ, ചന്ദ്രൻ, ബൃഹസ്പതി, പൂയം നക്ഷത്രം അത് കർക്കിടകൻ രാശിയിൽ വരണ സമയത്ത് കൽക്കി അവതാരം സംഭവിക്കും. പിന്നെ 3 കാലത്തെ സൂര്യ ചന്ദ്ര വംശ രാജാക്കന്മാരെ വിസ്തരിച്ച് പറഞ്ഞു. 1000 കൊല്ലത്തോളം ചന്ദ്രവംശം, പിന്നെ രാശി, നക്ഷത്രം, സപ്തഋഷി, സൂര്യന്മാർ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ ഒക്കെ ഈ മനുഷ്യവർഗത്തെ മുഴുവൻ അല്ലെങ്കിൽ കാലത്തെ മുഴുവൻ, ത്രിഗുണത്തെ ഒക്കെ ബാധിക്കും. കാലസ്വരൂപൻ്റെ ഇച്ഛ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലേക്ക് മറിഞ്ഞ ശേഷം കലികാലം തുടങ്ങിയിട്ട് മകൻ നക്ഷത്രത്തിൽ സപ്തർഷികൾ വരുന്ന സമയത്ത് വീണ്ടും ഈ കലികാലം തുടങ്ങും. അപ്പം അങ്ങനെ ആ കലികാലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൽ 5126 കൊല്ലം ഇപ്പോൾ കഴിഞ്ഞു. യുഗത്തിൻ്റെ കണക്ക് പറഞ്ഞു. 1200 ദിവ്യവർഷമാണ് കലി. 2400 വർഷമാണ് മറ്റേ ദ്വാപരയുഗം. അതേപോലെ 3600 വർഷമാണ് ഈ ത്രേതായുഗം. 4800 വർഷമാണ് കലിയുഗം. പരീക്ഷിതനോട് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, ഈ ഭാഗവതത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ കഥകൾ മുഴുവൻ ക്ഷത്രിയരുടെ കഥകളാണ്. അതിലിടയ്ക്ക് ബ്രാഹ്മണർ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ സംഘം അത്രയേ ഉള്ളൂ. ഇങ്ങനെ ബ്രാഹ്മണർക്കും വൈശ്യർക്കും ശൂദ്രന്മാർക്കും കഥകളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഭാഗവതം. അപ്പോൾ എത്ര കഥ ചോദിച്ചാൽ മനസ്സിലായി. എത്ര ഭക്തന്മാരുണ്ട് പറയാൻ പറ്റില്ല. ഈ 18 പുരാണങ്ങൾ, 18 ഔപപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങളൊക്കെ ഉണ്ട്. 54 പുരാണമുണ്ട്. അതിലൊക്കെ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. അതിലൊക്കെ ഈ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ കീർത്തി മാത്രമേ ബാക്കിയുള്ളൂ. സൂര്യവംശ രാജാവ് ശന്തനുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദേവാഭിയാണ് പിന്നീട് ഈ രാജവംശം സ്ഥാപിക്കുക കൃതയുഗത്തിൽ. ചന്ദ്രവംശ രാജാവായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിലെ മരു ആണ് പിന്നീട് ഈ രാജ്യത്തെ നമുക്ക് യോഗിയായിട്ട് നമ്മൾ രക്ഷിക്കുക. അപ്പോൾ യാദവന്മാരിൽ വജ്രൻ, പരീക്ഷിത്ത് കുരുവംശത്തിൽ ഇങ്ങനെ രാജാവായിട്ടാണ് ഈ യുധിഷ്ഠിരനൊക്കെ സ്വർഗം പ്രാപിച്ചത്, മഹാപ്രസ്ഥാനം ചെയ്തത്. അതേ കൂട്ടത്തിൽ ഇവിടെ കലിയുഗത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ ദേവാഭി ആണ് ഇനി രാജാവായിട്ട് വരിക. അതേപോലെ മരു ആണ് നമ്മളെയൊക്കെ ഭരിക്കുക. പിന്നെ കൽക്കി ഭഗവാൻ പറഞ്ഞിട്ട് ഇവർ എല്ലാവരും വീണ്ടും ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ സ്ഥാപിക്കും. പിന്നെ ഇവിടെ ജീവിച്ചവരെയൊക്കെ ഭൂമി തൻ്റെയാണ് എന്ന്, ഭൂമിയിലുള്ളതും മുഴുവൻ ഈ കടൽ പോലും എൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നവരാണ്. അതിലിപ്പോൾ ഒരാളും ബാക്കിയില്ല കേട്ടോ. അവരുടെ യശസ് മാത്രമേ ബാക്കിയുള്ളൂ. രാവണനായാലും ശരി, ഹിരണ്യകശിപു ആയാലും ശരി, ഇനി ശ്രീരാമനായാലും ശരി. അപ്പോൾ അവതാര പുരുഷന്മാർ, പൃഥുവിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. ശ്രീരാമനും പൃഥുവൊക്കെ ഭൂമി ഭരിച്ചവരാണ്. അപ്പോൾ ഇതൊക്കെ അവരുടേതാണ് എന്ന് അവർ ധരിച്ചായിരുന്നു. ഇപ്പോൾ കശ്യപൻ വാങ്ങി.
പരശുരാമൻ വാങ്ങി മുഴുവൻ സ്വന്താക്കി. പക്ഷെ അതൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടായത്. അപ്പോൾ അങ്ങനെ പറയാണ്, ഈ ദേഹം ഉള്ളത്ര കാലം അത് എൻ്റെ ആണെന്ന് പറയാം. ഭാഗവതത്തിലൊരു ഉദാഹരണം പ്രത്യേകം പറയുന്നുണ്ട്. സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ, ആ സ്വർണം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടേതല്ലാണ്ടേ അത് പിന്നെ ആരുടെയോ കയ്യിലാണ് എത്തണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കൈമാറി 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 അത് വീണ്ടും ഒരുക്കി ചിലപ്പോൾ നമ്മുടെ നിന്ന് വന്നുകൂടാ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ശരീരം. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മരിക്കും, എന്നുവെച്ചാൽ ഉപേക്ഷിക്കുമല്ലോ, ജീവൻ ഉപേക്ഷിക്കും. പിന്നെ അത് ആരെങ്കിലും തിന്നും കാഷ്ടാവും, കുഴിച്ചിട്ടാൽ കൃമിയായി, ദഹിപ്പിച്ചാൽ അത് ഭസ്മായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരീരം താനായിട്ട് തെറ്റിദ്ധരിക്കരുത്, തെറ്റ് ചെയ്യണ്ട, നരകം പ്രാപിക്കും. അപ്പം അതുകൊണ്ട് മുത്തശ്ശന്, എനിക്ക്, മകന്, പേരക്കുട്ടന്, ഇങ്ങനെ അതിങ്ങനെ പരമ്പരയാ പോയിക്കോളും. അത് എത്ര കാലം വെച്ചാൽ അത്ര കാലം. ഇത് ഉണ്ടാവലും നിലനിൽക്കലും മരിക്കലും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് അവസാനമില്ല, ഈ പ്രളയം വരെ. അപ്പം അതുകൊണ്ട് ബോധ്യം വരികയാണ് വേണ്ടത്. ഇത് എൻ്റെയല്ല, ദുരഭിമാനത്തെ ഒഴിവാക്കിക്കോളൂ. ഈ ഭൂമി ഇത് ഇങ്ങനെ കേട്ടിട്ട് ചിരിക്കുകയാണ്. എന്താ ചെറിയ ഈ രാജാക്കന്മാർ ഇതൊക്കെ എൻ്റെ ആണെന്നുള്ളത് അറിയാതെ കണ്ടാണല്ലോ ഇത്രയും കാലം ഭരിച്ചത്. അപ്പം ഇങ്ങനെ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഈ ഭൂമിയുടെ അധികാരം ശാശ്വതമല്ലല്ലോ. എല്ലാവരും ഞാൻ എൻ്റെ എന്നുള്ള ഈ ഒരു തോന്നൽ കാരണം കൊണ്ട് ഭൂമി വാങ്ങണു, മതിൽ കെട്ടുന്നു, വീട് കെട്ടുന്നു, കൊട്ടാരം കെട്ടുന്നു, അതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. പരമാവധി 100 കൊല്ലം ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പോയി, പിന്നെ അത് അടുത്ത ആൾക്കാണ്. പക്ഷെ അതൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുക. കാര്യം നമ്മൾ പലതും ന്യായീകരണങ്ങളൊക്കെ പറയും, അത്രയേ ഉള്ളൂ. സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്വന്തം ആവില്ല. സ്വന്തം വെച്ചാൽ കുറച്ച് കാലം കൊണ്ടു നടക്കാം. ഒരു വാടകക്കാരനെ പോലെ അത്രയേ പറ്റുള്ളൂ, അതിന് കൂടുതലില്ല. അപ്പം അതുകൊണ്ട് ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് അറിയുക. ഭൂമി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷിയായിട്ടേ, എന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ പരീക്ഷത്തെ? അപ്പോൾ പരീക്ഷത്തിന് ഇപ്പം എന്തുണ്ടായേ? എല്ലാം കൂടി വെട്ടിപ്പിടിച്ചു, കലി നിഗ്രഹം കൂടി നടത്തി. എന്നിട്ടോ ഒരു ബ്രാഹ്മണൻ്റെ വാക്ക്, 7-ാം ദിവസം ദക്ഷയം കടിച്ച് മരിക്കട്ടെ എന്ന്. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞു, 7-ാമത്തെ ദിവസം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എത്ര സമയമുണ്ട്? വളരെ കുറച്ച് സമയമല്ലോ. ഇപ്പോൾ സമയം ഏകദേശം 3 മണി ആയിരിക്കണം, വൈകുന്നേരം. അപ്പം ഇനി 1 മണിക്കൂർ ഒറ്റേ ഉള്ളൂ ഈ പരീക്ഷത്തിന് ആയുസ്. ഏതാരസം. അപ്പോൾ അത് കഴിഞ്ഞാൽ പരീക്ഷത്ത് മുക്തനാവാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ള ആ ചോദ്യം. പൃഥു, ഗാധി, പുരൂരവസ്, നഹുഷൻ, ഭരതൻ. നഹുഷൻ അങ്ങോട്ട് പോയിട്ട് ഭരിച്ചു സ്വർഗത്തിൽ. എന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി? പെരുമ്പാമ്പായിട്ട് തിരിച്ചു വന്നു. ഭരതൻ 27-ാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ചു, എന്നിട്ട് കാര്യം ഉണ്ടായില്ല. വീണ്ടും മാനായി, വീണ്ടും ജഡഭരതനായി. എന്നിട്ട് രഘുഗണനെ ഉപദേശിച്ചിട്ട് മുക്തനായി. ഇതാണ് അവസ്ഥ. ആർക്കെങ്കിലും ഈ ജയിക്കാൻ പറ്റുമോ? ഒന്നും ജയിക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഭൂമിയെ ഭരിച്ചിട്ട് ആർക്കും മതിയാവില്ല. അത് തീരാത്ത ഒരു ബാക്കിയായിട്ടാണ് വരിക. അപ്പം അതുകൊണ്ട് അതിനെയാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്. എന്നാൽ രക്ഷപ്പെടും. അതാണ്. വിജ്ഞാനിയായിട്ട് വൈരാഗ്യം നേടിക്കോളൂ. ഈ പഞ്ചാര വാക്ക് വിശ്വസിക്കണ്ട, ചാരുത വേണ്ട, അതിൽ പെടണ്ട. ഇതെല്ലാം മിഥ്യയാണ് എന്ന് അറിഞ്ഞോളൂ. അങ്ങയ്ക്ക് മുന്നേയുള്ള പാണ്ഡവന്മാരൊക്കെ മുത്തശ്ശന്മാരാണല്ലോ, അവരൊക്കെ പോയി അല്ലേ? അതുപോലെ അങ്ങും ഇപ്പോൾ ബോധ്യം വന്നുകൊണ്ട് ജ്ഞാനിയായിക്കോളൂ, വിജ്ഞാനിയായിക്കോളൂ. ജ്ഞാനം വിജ്ഞാനത്തോട് കൂടി ചേർത്താലാണ് ജ്ഞാനം പൂർണ്ണമാവുള്ളൂ. വൈരാഗ്യം ആയിക്കോളൂ, അനന്യ ശരണാഗതി സ്വീകരിച്ചോളൂ. വൈരാഗ്യം അത് ശീലമാക്കി കഴിഞ്ഞാലാണ് ഇന്ദ്രിയങ്ങളെ അടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ ജാഗ്രത അവസ്ഥ തീരുള്ളൂ. ഭക്തി കൊണ്ട് മനസ്സ് അടക്കിക്കോളും, സ്വപ്നം പോലും ഇല്ലാണ്ടാവും. ജ്ഞാനവിജ്ഞാനങ്ങളെ കൊണ്ട് അവിദ്യാനാശം സംഭവിച്ച് സുഷുപ്തി പോലും ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അങ്ങക്ക് ഇനിയൊക്കെ പറ്റും, കാരണം അങ്ങ് ഭാഗവതം മുഴുവൻ കേട്ടു. ശേഷിക്കുന്നത് എന്താ? ഈ ജീവാത്മാവ് മാത്രമാണ്. അതാണ് സത്യം. അത് പരബ്രഹ്മത്തിലേക്ക് ലയിപ്പിച്ചോളൂ. അതിനൊരു ക്രമമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മണം തൊട്ടിട്ട്, ഭൂമിയുടെ ഗന്ധമാണ്, ആ ഗന്ധം തൊട്ടിട്ട് ഇങ്ങനെ ക്രമേണയായിട്ട് പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞ് അഹംതത്വത്തിൽ, മഹത്തത്വത്തിൽ, പിന്നെ ശബ്ദബ്രഹ്മത്തിൽ, അങ്ങനെ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിച്ചോളൂ. ഇങ്ങനെ തപസ്, ശുദ്ധി, ദയ, സത്യം എന്നുള്ള ധർമ്മത്തിൻ്റെ 4 പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, ധർമാർത്ഥകാമ മോക്ഷങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, ഈ സാത്വികരായിട്ടുള്ള മഹാഋഷികളെ, മഹായോഗികൾ, മഹാബ്രാഹ്മണർ, ഈ ഗർഗാചാര്യരെ പോലെയുള്ളവർ എങ്ങനെയാണോ ഭഗവാങ്കലെത്തിയത് അതേപോലെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. അപ്പോൾ യുഗപ്രഭാവത്തിനനുസരിച്ച് ഇപ്പോൾ ദ്വാപരാണല്ലോ, സ്വാർത്ഥ തിന്മകളാണ് ഉണ്ടാവുക. അത് മുഴുവൻ ഉപേക്ഷിച്ചോളൂ. ത്രേതയിൽ അർത്ഥസത്യമൊക്കെയാണ്. അത് കൃതത്തിലാവുമ്പോൾ കഷ്ടിച്ച് സാത്വികത ഉണ്ടാവും. കലിയിൽ തിന്മ മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പം അതുകൊണ്ട് അടുത്ത യുഗത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അങ്ങ് എല്ലാ ഗുണവും തികഞ്ഞതാണ്. വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്തെ മുഴുവൻ സ്വീകരിച്ചയാളാണ്. വിഷ്ണു രാധനാണ്. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ കണ്ട് ഈ ദോഷാദികളെ അങ്ങേക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന കലി മുഴുവൻ ഈ പ്രപഞ്ചത്തെ വിഴുങ്ങുന്ന രീതിയിലുള്ള പ്രജകളെ ഭക്ഷിക്കുന്നതായിട്ടുള്ള ഭരണാധിപന്മാരാണ് വരിക. ഗൃഹസ്ഥന്മാരും ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതായിട്ടുള്ള ശൂദ്ര ഭാവത്തിലാണ് എല്ലാവരും ഉണ്ടാവുക. സന്യാസിമാരായാലും ഒക്കെ അധർമ്മം ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഭാര്യയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് പിശാചാവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ പോലും കൊന്നു തിന്നുന്ന രീതിയിൽ അച്ഛനെയും അമ്മയും കൂടി നോക്കില്ല. അങ്ങനെ എത്രത്തോളം ഭഗവാനെ നിന്ദിക്കുമോ അത്രത്തോളം നിന്ദിക്കും. വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് എത്തുക. അതുകൊണ്ട് ഈ പാഖണ്ഡന്മാരായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദങ്ങൾ ഒരു കമ്പൽ ചെയ്യുക, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും പെടരുത്. അഗ്നിയിലിട്ട് എങ്ങനെയാണോ ഈ സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് അതേപോലെ നിർമ്മലമാക്കി തീർക്കൂ. ചെമ്പ് ചേരുകയേ വേണ്ട. അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് മുക്തി നേടിക്കൊള്ളൂ കേട്ടോ. ഈ കൃതത്തിൽ ധ്യാനിച്ചാൽ ഭഗവാനെ കിട്ടും. ത്രേതയിൽ യാഗം കൊണ്ടാണ് ഭഗവാനെ കിട്ടുക. ദ്വാപരത്തിൽ പൂജ കൊണ്ടാണ് കിട്ടുക. കലിയിൽ നാമം ദാനം സ്മരണ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന കൂട്ടത്തിൽ അങ്ങേക്കിപ്പോൾ എല്ലാം കിട്ടിയിരിക്കണം. അങ്ങനെ എന്തേ ചെയ്യണ്ടോ? ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഇപ്പം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതിൽ നിന്ന് വ്യതിചലിക്കാതെ കണ്ട് ഈ ക്രമത്തിൽ അങ്ങോട്ട് ജീവനെ ശരീരം ഉപേക്ഷിക്കുക എന്ന രീതിയിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളും. പ്രളയത്തെ കൂടി ഒരു അധ്യായം കൊണ്ട് വിസ്തരിച്ച് പറയുകയാണ് ഉണ്ടായത്. അത് നിത്യ പ്രളയം, നൈമിത്തിക പ്രളയം, പ്രാകൃതിക പ്രളയം, ആത്യന്തിക പ്രളയം, ഇങ്ങനെ പ്രളയത്തെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം ഇനി ജീവൻ്റെ ഈ താഴത്തേക്ക് വരലും കൂടി ഒന്ന് പറഞ്ഞു. ജീവൻ എങ്ങനെയാ, സഞ്ചാരഗതി എങ്ങനെയാ ജീവൻ്റെ, നമ്മൾ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മഴയിലൂടെ, ജലത്തിലൂടെ, ധൂമത്തിലൂടെ, ജലത്തിൻ്റെ കണികയിലൂടെ, ഈർപ്പമുണ്ടല്ലോ, അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക. അങ്ങനെ മുകളിലേക്ക് പോകുന്നത് ഈ ജീവൻ ഏത് ലോകത്തിൽ വേണിച്ചാലാവാം. ദ്വിലോകത്തിലാവാം, ചന്ദ്രലോകത്തിലാവാം, സൂര്യലോകത്തിലാവാം, ഈ ബ്രഹ്മലോകത്തിലാവാം. അതേപോലെ മുക്തിക്ക് എത്തുന്നതിന് മുന്നേയുള്ള ഏത് ലോകത്തിലായാലും തിരിച്ച് സ്വർഗത്തിലായാലും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ ഈ മഴയിലൂടെ താഴത്തേക്ക് വരും. അത് ഭൂമിയിലേക്ക് ചെല്ലും. ഭൂമിയിൽ നിന്ന് സസ്യജാലങ്ങൾ വേരിലൂടെ അത് സ്വീകരിക്കും. ഏതിലാണോ ചെന്ന് പെടുന്നത് വെച്ചാൽ അതിൽ നിന്നും അത് പുറത്തേക്ക് മനുഷ്യ ശരീരത്തിലേക്ക് എത്തും. ആഹാരത്തിലൂടെ അത് രക്തത്തിലേക്ക് എത്തും. രക്തത്തിൽ നിന്ന് ശുക്ലം വഴി, ബീജം വഴി അത് വീണ്ടും സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വരും. എന്നിട്ട് വീണ്ടും ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, ഇങ്ങനെയാണ് വരിക. അതുകൊണ്ട് അതിനെ ഇനി ഉപേക്ഷിക്കാറായി. കാരണം ഇത് അങ്ങയുടെ അവസാനത്തെ ജന്മമാണ്. അതുകൊണ്ട് അങ്ങ് ഈ പുറമേക്ക് നോക്കണ്ട. പുറമേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുഃഖിതര്, പീഡിതര്, കാമികൾ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇനി കാണുക. അങ്ങയുടെ നാല് പുറത്ത് നിൽക്കുന്നവരും അങ്ങ് ഇതിനു മുന്നേ അനുഭവിച്ചവരും ഇപ്പോൾ ഇനി മക്കൾ തൊട്ടുള്ള ജനമേജയം തൊട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ കാണുന്നതൊക്കെ കാമികളാണ്. അപ്പോൾ അങ്ങോട്ട് ഇനി നോക്കുകയേ വേണ്ട. അങ്ങ് എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഭഗവാനെ, ഈ ഭാഗവതത്തെ ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയുണ്ടല്ലോ, അതിനെ ഒന്ന് മനനം ചെയ്തോളൂ. അങ്ങ് നേരിട്ട് ഭഗവാനായിട്ട് മാറിയിട്ട് ഭഗവാൻ ലയിച്ചോളും. ഭാഗവതം നാരായണൻ ആ രീതിയിൽ മുകളിലേക്ക് കയറിക്കോളൂ. ഇത് നാരായണൻ തന്നെയാണ് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു. വ്യാസനാണ് എനിക്ക് പറഞ്ഞു തന്നത്, എൻ്റെ അച്ഛൻ. ഞാനിതാ ഇപ്പോൾ അങ്ങേക്ക് ഇത് പറഞ്ഞു തന്നു. ഇനി ഈ ഭാഗവതം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇരുന്ന് കേൾക്കണില്ലേ ഈ സൂതൻ, ഇത് നൈമിഷാരണ്യത്തിൽ വെച്ചത് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുത്തുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലേക്ക് എത്തിക്കുകയാണ്. അത് നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ.